പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണിത മധുരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം, വയനാടിൻ്റെ പ്രദേശങ്ങളുണ്ടായ ആ മഹാദുരന്തം നമ്മളെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ആ ദുരന്തത്തിൽ അകപ്പെട്ടവരെ ഓർത്ത് അനുശോചനം രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ നമുക്കറിയാം, ഹോസ്പിറ്റലിലായിരിക്കുന്ന അനേകരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കറിയാം, വീടിനുള്ളിലിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം നിങ്ങൾക്ക് പഠിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മൾ 32 വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 34 പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അപ്പം 34 പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ ഉദാഹരണം മാത്രം നിങ്ങൾക്കായി കാണിച്ചു തരികയാണ്. ആ ഉദാഹരണം കഴിഞ്ഞതിന് ശേഷം 34 പ്രവർത്തനങ്ങളിൽ 1, 2, 3 പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം വീഡിയോ ഒത്തിരി ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രയാസമാണ്. അതുകൊണ്ടാണ് അതിനുശേഷം അടുത്ത ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ചതുരം വരച്ച് 2/3 1/5 ഭാഗം കണ്ടെത്തുന്ന വിധമാണ് പറയുന്നത്. നമുക്കറിയാം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നറിയില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2/3 1/5 ഭാഗം ചതുരം വരച്ച് അടയാളപ്പെടുത്തുക. 1/5 ഓഫ് 2/3 ഇത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ 1/3 1/5 ഭാഗമാണെങ്കിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ചിത്രത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2/3 അപ്പോൾ ഒരു ചതുരം നിങ്ങൾ വരയ്ക്കണം. ഒരു 6 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലിയ പ്രയാസമില്ല. 6 സെൻറ്റിമീറ്റർ നീളത്തിലും 5 സെൻറ്റിമീറ്റർ വീതിയിലും ഞാൻ ഒരു ചതുരം അങ്ങോട്ട് വരച്ചു. 6 സെൻറ്റിമീറ്റർ നീളം, 5 സെൻറ്റിമീറ്റർ വീതി. ഇത് വരച്ചതിന് ശേഷം 2/3 ഭാഗം അടയാളപ്പെടുത്തണം. അതായത് ഈ ചതുരത്തെ 3 തുല്യ ഭാഗങ്ങളാക്കണം. അതിനുവേണ്ടി ഓരോ 2 സെൻറ്റിമീറ്റർ അളവിലും നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. താഴെയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് വരയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കി. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2/3 ഭാഗമാണ്. 2/3 ഭാഗം, 3/2 ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗവും വരും, ഈ ഒരു ഭാഗവും വരും. എന്നിട്ട് അതിൻ്റെ 5-1 ഭാഗം. അപ്പോൾ 5-1 ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ സെൻറ്റിമീറ്ററിലും നമ്മൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ 2, 3, 4, 5. ഇപ്പം ഇതിൽ വരയ്ക്കുമ്പോൾ 5 തുല്യ ഭാഗങ്ങളായി. ഇപ്പം നമ്മൾ നേരത്തെയുള്ള ചിത്രമൊക്കെ പഠിച്ചത് കൊണ്ട് മുഴുവൻ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാനിങ്ങനെ നീട്ടി അങ്ങോട്ട് വരച്ചു, ഇവിടെ വരെ വരച്ചു. അപ്പം ഇവിടെ മൊത്തം വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ഇതിങ്ങനെ മൊത്തം വരയ്ക്കുമ്പോൾ 1, 2, 3 ഭാഗങ്ങൾ കിട്ടും. പിന്നെ ഇവിടെയും 3, 3, 6, 6, 3, 9, 9, 3, 12, 12, 3, 15. ആകെ വരുന്നത് 15 അല്ലേ? അതിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2/3 3/2 ഭാഗത്തിൻ്റെ 5-1 ഭാഗം. അപ്പം ഈ 3/1 ഭാഗത്തിൻ്റെ 5-1 ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയും 3 വേറൊരു ഭാഗമുണ്ട്, അതിൻ്റെ 5-1 ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നമുക്ക് നോക്കൂ, ആകെ എത്ര കിട്ടി? അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കൽബിനുള്ളിലൂടെ വരയ്ക്കുക. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഞാൻ വെറുതെ ഏതെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വര ഇങ്ങനെ നീട്ടി വരച്ചു. പിന്നെ ഇവിടെ നിന്നുള്ള വര ഇങ്ങനെ കൽബിനുള്ളിലൂടെ നീട്ടി വരയ്ക്കുന്നത് പോലെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു, ഇവിടെയും വരച്ചു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 തുല്യ ഭാഗങ്ങൾ. അതായത് 15-ൽ എത്ര 5-1കളാണ്? ഇവിടെയും ഒരു 5-1, ഇവിടെയും ഒരു 5-1. അപ്പം 2 5-1 അല്ലേ? അപ്പം 15-ൽ എത്ര ഭാഗമാണ് കിട്ടുക? 2 ഭാഗമാണ് കിട്ടുക. നന്നായിട്ട് അറിയുന്ന കുട്ടികളാണെങ്കിൽ ഈ വരയുടെ ആവശ്യമില്ല. ഇവിടെ നോക്കൂ, ഈ വര അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇതാണ് ചിത്രം വരുന്നത്.
ഇനി ഇതല്ല, നിങ്ങൾ ഇത് വരച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല. എങ്ങനെ വന്നാലും 2/3 5 ഭാഗം എന്ന് പറയുന്നത് 15/2. അതായത് വലിയ വലിയ കണക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചതുരചിത്രം ഒന്നും വരച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണ് അത് വന്നതെന്ന് മനസ്സിലാക്കാൻ ചെറിയ ഉദാഹരണം എടുത്ത് പറഞ്ഞതാണ്. അപ്പം നോക്കൂ, 3 × 5 15, 2 × 1 2. ഈ രീതിയിലാണ് വരുന്നത് ഭിന്നസംഖ്യകളുടെ ഗുണനം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് പ്രവർത്തനം 1ലേക്ക് കയറാം. എ റോപ്പ് 2 meters long is cut into 5 equal pieces. What is the length of 3/4 of one of the pieces in meters? In centimeters. ഇനി മലയാളത്തിലും കൂടെ വായിക്കാം. 2 മീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. ഇതിലൊരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം എത്ര മീറ്ററാണ്? ഇതെത്ര സെൻറ്റിമീറ്ററാണ്? അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കാം. 2 മീറ്റർ നീളമുള്ള കയറിൻ്റെ ആകെ നീളം, ലെങ്ത് ഓഫ് റോപ്പ് എത്രയാണ്? 2 മീറ്റർ. ഇനി ഇവിടെ പറഞ്ഞത് ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി ഭാഗിച്ചു. ഒരേ നീളമുള്ള കഷ്ണങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഈക്വൽ പീസസ് എത്രയാണ്? 5 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. അപ്പം 5. ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ഒരു കഷ്ണത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് 1 പീസ് എത്രയാണ് വരിക? 5/2 മീറ്ററാണ് വരുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം 5/2 1/4 ഭാഗമാണ് പറഞ്ഞത്. അപ്പം 4/3 ഭാഗം, അതായത് 3/4 ഓഫ് 2/5. ഇപ്പം 2/5 ഗുണിക്കണം 3/4. നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാം. ഏതായാലും ഇത് നോക്കാം. 2 3 6 5 4 20. 20ൽ 6 ഭാഗം. നോക്കൂ, 20ൽ 6 എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഒന്നും കൂടെ ചുരുക്കാം. എങ്ങനെ ചുരുക്കാം? 2 കൊണ്ട് ഹരിച്ചാൽ മതി. 2 കൊണ്ട് ഹരിക്കുക. ഏതൊരു സംഖ്യയെയും 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക എന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് 6ൻ്റെ പകുതി എത്രയാവും വരിക? 3. 20ൻ്റെ പകുതി എത്രയാവും വരിക? 10. 10ൽ 3 ഭാഗം. 10ൽ 3 മീറ്ററാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററാണ് അല്ലേ? അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ്? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ ബാക്കി ഇവിടെ എഴുതാണ്, അതിനടിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. 10ൽ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10ൽ 3 ഗുണിക്കണം 100 സെൻറ്റിമീറ്ററാണ് വരിക. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. അടിയിൽ 0 വരുന്ന സംഖ്യയാണ്. 0 വരുന്ന സംഖ്യ ആയതുകൊണ്ട് ഇവിടെയുള്ള 10 കൊണ്ട് ഈ 100നെ ഹരിക്കാം. അതായത് 10ൽ 10 ഒരു പ്രാവശ്യമാണ്. അതുകൊണ്ടാണ് 0 വെട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു 10 മാറ്റിക്കളയണം. അപ്പോൾ ഒരു 10 മാറ്റിക്കളയുമ്പോൾ ബാക്കി എത്രയാണ് വരിക? 10. അപ്പം ബാക്കിയുള്ളത് 3 ഗുണിക്കണം 10 = 30 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് 2 മീറ്റർ നീളമുള്ള ചരട് 5 കഷ്ണങ്ങളാക്കി ഒരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിച്ചു. 10ൽ 3 മീറ്ററാണ് കിട്ടുക. അത് എത്ര സെൻറ്റിമീറ്റർ എന്ന് ചോദിച്ചാൽ ആ സെൻറ്റിമീറ്റർ എത്രയെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം. എങ്കിൽ മാത്രമേ ആ പ്രവർത്തനം ഫുള്ളാവുള്ളൂ. ഇപ്പോൾ ഓക്കെ ആയല്ലോ. നോട്ട് ബുക്കിലേക്ക് കൃത്യമായി ചോദ്യങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം സ്റ്റെപ്പുകളൊക്കെ എഴുതി ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രവർത്തനത്തിലേക്ക് കയറാം. 4 bottles of the same size were filled with 3 liters of water. One of these was used to fill 5 cups of the same size. How much water is there in one such cup in liters and in milliliters? ഇനി മലയാളത്തിലും കൂടെ 3 ലിറ്റർ വെള്ളം ഒരേപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു.
അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു. ഇപ്പോൾ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അത് എത്ര മില്ലി ലിറ്റർ ആണ്? ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് ചോദ്യം വായിച്ച് മനക്കണക്കായിട്ട് ചെയ്യുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. കാരണം കുറേ പേരെങ്കിലും USSന് എഴുതുന്ന കുട്ടികളുണ്ടാവും. ഓരോ ചോദ്യവും ചെയ്തു കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് ആ പ്രവർത്തനം വിശദമായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇടുന്നുമുണ്ട്. ഓക്കെ ആണല്ലോ? ഇപ്പം ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ചോദ്യം വായിച്ച് മനക്കണക്കിൽ ചെയ്യുന്നത് ആദ്യം പറഞ്ഞുതരാം. 3 ലിറ്റർ വെള്ളം ഒരേപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു എന്ന് പറയുമ്പോൾ ഒരു കുപ്പിയിലെ വെള്ളം 4ൽ 3. ഇനി പറഞ്ഞിരിക്കുന്നത് അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു. അപ്പോൾ ഒരു കുപ്പിയിലെ വെള്ളം നമുക്കറിയാം, ഇത് ഒരേപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു. അപ്പം എത്രയാ വരിക? 5ൽ 1. ഇനി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കപ്പിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന്, അതായത് 1/4 ഭാഗത്തിൻ്റെ 5ൽ 1 ഭാഗം. ഇവിടെ നോക്കൂ, ഒരു 3, 3/4, 20, 20ൽ 3. എത്ര മില്ലിമീറ്റർ ആണ്? 1 ലിറ്റർ വെള്ളമാണ്. അപ്പം ഇത്രയും നമുക്ക് 20ൽ 3 ലിറ്റർ വെള്ളം കിട്ടി. ഇതെത്ര മില്ലി ലിറ്റർ ആണ് എന്നറിയാൻ ഒന്നുമില്ല. 1 ലിറ്റർ = 1000 മില്ലി ലിറ്റർ ആണ്. ഇൻറ്റു 1000 ആണ് വരിക. ഈ പൂജ്യവും വെട്ടി, അതായത് 10 മാറ്റിക്കളഞ്ഞു, 10ൻ്റെ ഘടകം മാറ്റിക്കളഞ്ഞു. ഇനിയുള്ളത് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. ഇവ തമ്മിൽ ബന്ധമുണ്ട്. 100നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 100ൻ്റെ പകുതി 50 ആണ്. 5 3 15. 3 × 5 15. ഈ പൂജ്യം കൂടെ ചേർത്ത് കൊടുക്കുക, 150 മില്ലി ലിറ്റർ. ഇത് മനക്കണക്ക്. അതായത് മത്സര പരീക്ഷകൾക്ക് നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നേരിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സാം വരുമ്പോഴും നമുക്ക് ക്ലാസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ചെയ്യേണ്ടുന്ന രീതി കൃത്യമായിട്ട് സ്റ്റെപ്പ് എഴുതി കാണിച്ചു തരാം. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? 3 ലിറ്റർ വെള്ളം. അപ്പോൾ ആകെ വെള്ളം, ടോട്ടൽ വാട്ടർ 3 ലിറ്റർ. പിന്നെ പറഞ്ഞത് ഒരേപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു. അപ്പോൾ ഒരേപോലെയുള്ള കുപ്പികളുടെ എണ്ണം, നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണ്? 4. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതി 4. എന്നിട്ട് പറയാണ് അതിലൊരു കുപ്പിയിലെ വെള്ളം വാട്ടർ ഇൻ 1 ബോട്ടിൽ നമുക്ക് എത്രയാ വരിക? 4ൽ 3 ലിറ്റർ ആണ് വരുന്നത്. പിന്നെ പറയാണ് ഒരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഒരു കുപ്പിയിലെ വെള്ളത്തിന്റെ 5ൽ 1 ഭാഗം, 1/5 പാർട്ട് ഓഫ് വാട്ടർ ഇൻ 1 ബോട്ടിൽ. അപ്പൊ നമുക്ക് എന്താണ് എഴുതുന്നത്? 4ൽ 3ൻ്റെ 5ൽ 1 ഭാഗം, അതായത് ഗുണനക്രിയയായിട്ട് 3/4, 3/4 ഇൻറ്റു 1/5. നമുക്കറിയാം ഒരു 3/4 ഇൻറ്റു 5 20. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 20ൽ 3 ലിറ്റർ ആണ് കിട്ടുന്നത്. അത് എന്ന് പറയുന്നത് 20ൽ 3 ഗുണിക്കണം 1000, ഇത്രയും മില്ലി ലിറ്റർ ആണ് വരിക. നമുക്കത് ഒന്നും കൂടെ എഴുതിയിട്ട് വെട്ടിക്കുറയ്ക്കാം. 3 ഗുണിക്കണം 1000/20. ഈ പൂജ്യവും വെട്ടിപ്പോകും. നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വിശദമായിട്ട്. 2 കൊണ്ട് 100നെ ഹരിക്കുക, അപ്പോൾ 50. 3 ഗുണിക്കണം 50 = 150 മില്ലി ലിറ്റർ ആണ് കിട്ടുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ചോദ്യം വായിച്ച് മനക്കണക്കായിട്ട് ചെയ്താൽ മാത്രം പോരാ, പരീക്ഷയ്ക്ക് ഇതുപോലെ സ്റ്റെപ്പുകൾ എഴുതിയിട്ട് വേണം ചെയ്യാൻ. വിശദമായ സ്റ്റെപ്പുകൾ ഇത് സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്, അത് നോക്കി കൃത്യമായിട്ട് എഴുതിയെടുക്കുക. പിന്നെ ഞാൻ സ്റ്റെപ്പുകൾ ഓരോന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കേട്ടും എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ധാരാളം കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എ വാട്ടർമെലൺ weighing 4 kilograms was cut into 5 equal pieces. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വേഗം വരണം, അതായത് 5ൽ 4 ആണ് കേട്ടോ. 1 piece was again halved, വീണ്ടും അത് പകുതിയാക്കി.
വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് 2 pieces in kilograms and in grams? കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്, ഗ്രാംസിലേക്ക് മാറ്റണം. അതായത് 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തങ്ങ ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി, 5ൽ 4, അതിലൊരു കഷ്ണത്തിനെ വീണ്ടും പകുതിയാക്കി, 5ൽ 4ൻ്റെ 2ൽ 1 ഭാഗം. ഈ 2 കഷ്ണങ്ങൾ ഓരോന്നും എത്ര കിലോഗ്രാം ഉണ്ട്, ഭാരമുണ്ട്, അത് എത്ര ഗ്രാമാണ്? നമുക്ക് എഴുതാം. 4 കിലോഗ്രാം ഭാരമുള്ള, അപ്പം ടോട്ടൽ വെയിറ്റ്, ആകെ ഭാരം എത്രയാണ്? 4 കിലോഗ്രാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി. അപ്പോൾ ഒരേപോലെയുള്ള കഷ്ണങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഈക്വൽ പീസസ് 5. അപ്പോൾ അടുത്തത് നമുക്ക് എഴുതാം. ഒരു കഷ്ണത്തിൻ്റെ ഭാരം, വെയിറ്റ് ഓഫ് 1 പീസ് എത്രയാണ് വരിക? 5ൽ 4 കിലോഗ്രാം. ഇനി പറഞ്ഞിരിക്കുന്നത് ഒരു കഷ്ണത്തെ വീണ്ടും പകുതിയാക്കി, അപ്പൊ ഒരു കഷ്ണത്തിന്റെ പകുതിയുടെ ഭാരം, വെയിറ്റ് ഓഫ് ഹാഫ് ഓഫ് സച്ച് എ പീസ്. ഒരു കഷ്ണത്തിന്റെ ഭാരം കാണാൻ 5ൽ 4ൻ്റെ 2ൽ 1 ഭാഗം. ഗുണനക്രിയയായിട്ട് 5ൽ 4 ഗുണിക്കണം 2ൽ 1, അപ്പോൾ നമുക്ക് 10ൽ 4 ഭാഗമാണ് കിട്ടുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര ഗ്രാം ആണ്? നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 10ൽ 4 കിലോഗ്രാം എന്ന് പറയുന്നത് 10ൽ 4 ഗുണിക്കണം 1000. ഈ 10ൻ്റെ 10 മാറ്റിക്കളഞ്ഞു, ഇതിലെ 10 മാറ്റിക്കളഞ്ഞു. അപ്പം നമുക്ക് കിട്ടുന്നത് 4 ഗുണിക്കണം 100 സമം 400 ഗ്രാം ആണ് കിട്ടുന്നത്. അവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇവിടെ ഇടതുവശത്തേക്ക് എഴുതുകയാണ്. 4 ഗുണിക്കണം 100 സമം 400 ഗ്രാം ആണ് കിട്ടുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഈ 3 പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. 4ഉം 5ഉം 6ഉം അടുത്ത പാർട്ട് 7 വീഡിയോ ആയിട്ട് വരും. ഇതിന് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായി കണ്ട് പഠിക്കുക. നമ്മളുടെ മുന്നിൽ വരാൻ പോകുന്ന എക്സാം ഓർക്കുക. സ്വന്തമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് നോക്കിയാൽ മതി. ഓക്കെ, ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഓക്കെ, ലവ് യു ഓൾ, ബൈ.